ഉന്നത പദവിക്ക് അർഹരാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? ദൈവജനത്തോടും ചുമതലപ്പെട്ടവരോടും ആരാഞ്ഞതിൽ ഇവർ അർഹരാണെന്ന് എനിക്ക് തീർത്തു പറയുവാൻ കഴിയും. നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം ആശ്രയിച്ചുകൊണ്ട് ഈ സഹോദരന്മാരെ നാം വൈദിക പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന് നന്ദി. ഉദ്ബോധന കർമ്മമാണ് ഇനി നടക്കുക. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട വൈദികാർത്ഥികളെ അവർ ഏറ്റെടുക്കുവാൻ പോകുന്ന പൗരോഹിത്യ ധർമ്മത്തെപ്പറ്റി അഭിവന്യ മെത്രാപ്പോലീത്ത ഉദ്ബോധിപ്പിക്കുന്നു. ഇവർ ഈ ഉന്നത പദവിക്ക് അർഹരാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? ദൈവജനത്തോടും ചുമതലപ്പെട്ടവരോടും ആരാഞ്ഞതിൽ ഇവർ അർഹരാണെന്ന് എനിക്ക് തീർത്തു പറയുവാൻ കഴിയും. നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം ആശ്രയിച്ചുകൊണ്ട് സഹോദരന്മാരെ, എൻ്റെ പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ പോകുന്ന സ്നേഹബഹുമാനപ്പെട്ട ഡീക്കന്മാരെ, ആദ്യമായി ഈ അനുഗ്രഹീത ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും ആശംസകളും ദൈവാനുഗ്രഹവും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ 8 ഡീക്കന്മാർക്കും അവരുടെ മാതാപിതാക്കന്മാർക്ക്, ബന്ധുമിത്രാദികൾക്ക്, ഈ പ്രോവിൻസിന് മുഴുവനും ആത്മാർത്ഥമായി നേരുകയാണ്. ഉത്ഥിതനായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഉത്ഥാനത്തിൻ്റെ സന്തോഷം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നാം ഇന്ന് ഉത്ഥാന തിരുനാൾ കഴിഞ്ഞ 2-ാം ദിവസം ഈ ആശ്രമ ദൈവാലയ കപ്പേളയിൽ ആയിരിക്കുന്നത്. ഓരോ കുടുംബത്തിൽ നിന്നാണ് ദൈവവിശ്വാസവും ദൈവസ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കന്മാരിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ഇപ്രകാരമുള്ള ദൈവവിളി ഉത്ഭവിക്കുമ്പോൾ തീർച്ചയായും സഭയ്ക്ക് അത് അനുഗ്രഹമാണ്. ഇവരെ ദൈവത്തിനും സഭയ്ക്കും സഭാ ശുശ്രൂഷയ്ക്കും വേണ്ടി വിട്ടുതന്നിരിക്കുന്ന ഇവരുടെ മാതാപിതാക്കന്മാരെ നന്ദിപൂർവ്വം ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം എന്നും അവരുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഇതുപോലുള്ള കുടുംബങ്ങൾ ഇനിയും ധാരാളം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്നും അവയിൽ നിന്ന് ധാരാളം ദൈവവിളികൾ സഭാ ശുശ്രൂഷയ്ക്കായി ലഭിക്കട്ടെ എന്നും ഈ അവസരത്തിൽ പ്രത്യേകം നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പൗരോഹിത്യം മഹനീയമാണ്. ആ പൗരോഹിത്യം മഹനീയമായ ദൈവത്തിൻ്റെ ദാനമാണ്. എക്ലേസിയാത്തെ എവക്കറിസ്റ്റിയ, പരിശുദ്ധ കുർബാനയുടെ സഭ എന്നുള്ള ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പ്രകാരം എഴുതി, അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ച അനുസരിച്ചുള്ള പൗരോഹിത്യം സഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് സാക്രമെന്തും കാരിത്താത്തിസ്, സ്നേഹത്തിൻ്റെ കുദാശ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ഇപ്രകാരം നമ്മോട് പറയുന്നു: യേശുവിൻ്റെ നാമത്തിൽ
യേശുവിൻ്റെ സ്ഥാനത്ത്, യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ സഭ മുഴുവൻ്റെയും നാമത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് പുരോഹിതർ എന്ന് ലോകരക്ഷാർത്ഥം, ലോകത്തിൻ്റെ പാപപരിഹാരാർത്ഥം കുരിശിൽ തന്നെ ബലിയർപ്പിച്ച യേശു, എന്നേക്കുമായി ബലിയർപ്പിച്ച യേശു നിത്യപുരോഹിതനായി മാറുകയായിരുന്നു. രക്ഷകനായ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്താൽ പ്രത്യേകം അയക്കപ്പെട്ട സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് സംസാരിച്ച് നിൽക്കവേ അതിലെ കടന്നുപോയ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ പോകുന്നു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. സ്നാപകൻ തൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അവൻ്റെ പിന്നാലെ പോകുവാൻ അനുവദിക്കുകയും അവർ പോയി യേശുവിനോടൊപ്പം വസിച്ച് അവിടുത്തെ അനുഭവിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്ത ആ അനുഭവം അതുതന്നെയാണ് ഇന്ന് പുരോഹിതന്മാരായി തീരുന്ന ഈ 8 ഡീക്കന്മാർ സ്നാപക യോഹന്നാനെ പോലെ യേശുവിനെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്നവരും യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ അവരെ പ്രേരിപ്പിക്കുന്നവരും യേശുവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരും ആയി മാറുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമാണ്. ഓരോ പുരോഹിതനും പൗരോഹിത്യം സ്വീകരിച്ച നിമിഷം മുതൽ പ്രത്യേകമായ വിധത്തിൽ ഏറ്റെടുക്കുന്നത്. മഹാനായ പണ്ഡിതനും വാഗ്മിയുമായിരുന്ന ലഫോർഡെയർ ആരാണ് ഒരു പുരോഹിതൻ എന്നുള്ള തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി വച്ചു: മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മധ്യേ നിന്ന് പ്രവർത്തിക്കുന്നവൻ, ജീവിക്കുന്നവൻ, മനുഷ്യരുടെ യാചനകളും പ്രാർത്ഥനകളും ദൈവത്തിങ്കിലേക്ക് എത്തിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സമൃദ്ധമായി ഏറ്റുവാങ്ങി അത് മനുഷ്യർക്ക് വിതരണം ചെയ്തു കൊടുക്കുന്നവൻ, ലോകസുഖങ്ങളെ ആഗ്രഹിക്കാത്തവനും ആ സുഖത്തിൽ ഒഴുകാതെയും ലോകത്തിൽ ജീവിക്കേണ്ടവനാണ് ഒരു പുരോഹിതൻ. എല്ലാവരോടും എല്ലായ്പ്പോഴും ക്ഷമിക്കുന്നവനും എല്ലാവരെയും പഠിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് പുരോഹിതന്മാർ എന്നാണ്. ഇപ്രകാരം ഈ പൗരോഹിത്യം, മഹനീയ പൗരോഹിത്യം എന്ന് പറഞ്ഞത് അതിൻ്റെ ഉറവിടം യേശു ക്രിസ്തു തന്നെ ആയതുകൊണ്ടാണ്. ആ പൗരോഹിത്യ സ്ഥാനത്തേക്ക് ഇന്ന് ഉയർത്തപ്പെടുവാനായി വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും നിറവിൽ തങ്ങൾ പഠിക്കേണ്ട, തങ്ങൾ അനുഭവിക്കേണ്ട ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ദൈവജനത്തിൻ്റെ സമക്ഷം അവർ ഏറ്റെടുക്കുവാൻ പോകുന്ന പ്രതിജ്ഞകൾ പൗരോഹിത്യ ധർമ്മത്തെക്കുറിച്ച്, കടമയെക്കുറിച്ച്, ഉത്തരവാദിത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശ്വസ്തതാപൂർവ്വം നിർവഹിക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് ഇന്ന് ജനസമക്ഷം ഇവർ നിർവഹിക്കുവാൻ പോകുന്നത്. ആത്മാവിൽ അഭിഷിക്തനായി പിതാവിനാൽ അയക്കപ്പെട്ട യേശുക്രിസ്തു സുവിശേഷകന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ അവൻ സിനഗോഗുകളിൽ പഠിപ്പിച്ചും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചും പല വിധത്തിലുള്ള രോഗങ്ങളാൽ ആകുലരായിരുന്നവരെ ആശ്വസിപ്പിക്കുകയും അവരെ സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഗലീലി മുഴുവനും ചുറ്റി സഞ്ചരിച്ചുവെന്ന് ഇന്ന് പൗരോഹിത്യം സ്വീകരിക്കുന്ന ഈ 8 ഡീക്കന്മാർ തങ്ങളുടെ മുന്നിൽ എന്നും ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും മാതൃകയായി കാണേണ്ട വ്യക്തി ക്രിസ്തുവല്ലാതെ മറ്റാരുമില്ല.
അവിടുത്തെ ജീവിതത്തിലെന്ന പോലെ സ്വന്തം ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ യേശുവിൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ആ വചനം മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നതനുസരിച്ച് ജീവിച്ച് സാക്ഷ്യപ്പെടുത്തുവാനും ബാധ്യസ്ഥരാണ്. തങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നവരെ ആശ്വസിപ്പിക്കുവാനും മനോവ്യഥ അനുഭവിക്കുന്നവരെ ആചരണങ്ങൾ കൊണ്ട് സഹായിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിച്ചതുപോലെ ജീവിച്ചതുപോലെ ജീവിക്കുവാനും ഉള്ള കടമ, ഉത്തരവാദിത്വം ഓരോ പുരോഹിതനുമുണ്ട്. ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു എന്ന് പറഞ്ഞ കർത്താവ് ദൈവവചനം കേൾക്കുവാൻ, ശ്രവിക്കുവാൻ ദൈവത്തിനു വേണ്ടി ദാഹിച്ചു വന്ന ജനത്തെ കണ്ടപ്പോഴാണ് കർത്താവായ യേശു പറഞ്ഞത്, ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നുവെന്ന്. ഭക്ഷണം കഴിക്കുവാൻ പോലും സമയമില്ലാതെ ശിഷ്യന്മാരോടൊത്ത് ക്ഷീണനായി കഴിഞ്ഞിരുന്ന ആ സമയത്ത് ഇത്രയും അധികം ജനം തൻ്റെ അരികിലേക്ക് കടന്നു വന്നത് നിമിഷത്തിലാണ് കർത്താവ് പറഞ്ഞത്, ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഭക്ഷണമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവരോട് യേശു പ്രസംഗിക്കുവാൻ തുടങ്ങിയെന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നു. പ്രസംഗിക്കുക മാത്രമല്ല, അവരുടെ വിശപ്പടക്കുവാൻ വേണ്ടി അവിടുന്ന് അത്ഭുതം ചെയ്ത് അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ തീറ്റിപ്പോറ്റുന്നു. അനേകരെ അവിടുന്ന് സൗഖ്യം നൽകുന്നവർക്ക് മാനസികമായ സംഘർഷങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നുപോയ എല്ലാ മനുഷ്യരെയും അവിടുന്ന് സാന്ത്വനപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യവും ചൈതന്യവും കൊണ്ട് അവരെ നിറയ്ക്കുന്നു. തങ്ങളുടെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ വചനം ശ്രവിച്ച എല്ലാവരും തന്നെ അവിടത്തോടു കൂടി ആയിരിക്കുവാൻ എന്നും ആഗ്രഹിച്ചു. അവിടുത്തെ പ്രേക്ഷിത ദൂതരായി തീരുകയായിരുന്നു അവർ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ 8 ഡീക്കന്മാർ ദൈവത്തിൽ നിന്ന് ദാനമായി സ്വീകരിക്കുവാൻ പോകുന്ന ഈ പൗരോഹിത്യം എന്നും കാത്തു സൂക്ഷിക്കുക. അത് ബലഹീനമായ ഒരു മൺപാത്രം പോലെ, കയ്യിൽ നിന്ന് വീണാൽ പൊട്ടിത്തകരുന്ന ആ മൺപാത്രം പോലെയുള്ള ബലഹീനമായ മനുഷ്യ ശരീരത്തിലാണ്, ജീവിതത്തിലാണ് ദൈവം നിക്ഷേപിച്ചിട്ടുള്ളത്. ജീവിതത്തിലാണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. പൗലോസ്ലീഹ നമ്മോട് ആഹ്വാനം ചെയ്തു, അതുതന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ശക്തി ഞങ്ങളുടേതല്ല, അത് ദൈവത്തിൻ്റേതാണ്. ഞങ്ങൾ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിട്ടുള്ള, ദൈവം നൽകിയിട്ടുള്ള ആ ദാനം, ഈ നിധി ബലഹീനമായ ഞങ്ങളുടെ മാനുഷിക ജീവിതത്തിൽ, ശരീരത്തിലാണ്. അത് കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ഈ പൗരോഹിത്യം എന്നും വിശ്വസ്താപൂർവം ജീവിച്ചുകൊണ്ട് ഈ സഹോദരന്മാരുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുവാൻ അവരെ ശക്തിപ്പെടുത്തേണ്ടത്, നമ്മുടെ പ്രാർത്ഥന വഴി ശക്തിപ്പെടുത്തേണ്ടത് മറ്റ് സഹവൈദികരും സന്യസ്തരും ആത്മായ വിശ്വാസ സമൂഹവും ഒന്നു ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. കർത്താവായ യേശുവിൻ്റെ അതേ ജീവിത ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സർവസംഘ പരിത്യാഗിയായ യേശുവിനെ അനുധാവനം ചെയ്യുവാൻ വിളിക്കപ്പെട്ട സന്യാസ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് സന്യാസ ജീവിത ശൈലി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് വലിയ സാക്ഷ്യം വഹിക്കുവാനുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. പുതുതായി പൗരോഹിത്യം സ്വീകരിക്കുന്ന ഈ സഹോദരന്മാർക്കുള്ളത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശിഷ്യനും സഹകാരിയുമായ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ, 2-ാം ലേഖനത്തിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: എൻ്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവിക രഹസ്യം അത് കൂടുതൽ വീണ്ടും പ്രോജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, അനുസ്മരിപ്പിക്കുകയാണ് എന്ന്. ആ വചനം എന്നും, പൗലോസ്ലീഹായുടെ ഈ വചനം എന്നും നമ്മുടെ
ഹൃദയത്തിലും മനസ്സിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്ന് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഈ മഹനീയമായ ദാനം പൗരോഹിത്യം അത് എന്നും പ്രോജ്വലിപ്പിച്ചുകൊണ്ട് ലോകത്തിന് പ്രകാശമായി തീരത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുകയും ദൈവത്തിൻ്റെ ചൈതന്യമനുസരിച്ച് ജീവിക്കുകയും പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവരുടെ മുന്നിൽ വലിയ സാക്ഷ്യങ്ങളായി തീരുവാൻ തക്ക വിധത്തിലുള്ള പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആധുനിക ലോകത്തിൽ ജീവിക്കേണ്ട വ്യക്തികളാണ് പുരോഹിതന്മാരും സന്യസ്തരും ഒക്കെ. ഈ ആധുനിക ലോകത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് ഭൗതികമായ സ്വാധീനമാണ്. ഇലക്ട്രോണിക് മാധ്യമ യുഗത്തിൽ ജീവിക്കുന്നവരാണ്. വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ട കൊച്ചുകുട്ടികൾ പോലും ഇപ്രകാരമുള്ള മാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കേണ്ട മൗലികമായ മാനുഷികമായ സനാതനമായ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടത്തക്ക വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ വളരുന്നവരാണ്, കടന്നു പോകുന്നവരാണ്. ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ പുരോഹിതരായാലും സന്യസ്തരായാലും നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്കും കടന്നു വരുന്നതായി ലോകം ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പൗരോഹിത്യത്തിന് വില കുറഞ്ഞു വരുന്നുവെന്ന്, മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പലരും പറയാറുള്ളത്. ഒരു കാലത്ത് പുരോഹിതന്മാരെ വീക്ഷിച്ചിരുന്നത് പോലെ അവരോട് കാണിച്ചിരുന്ന ആദരവും ബഹുമാനവും സ്നേഹവും ഇന്ന് എന്തുകൊണ്ട് മനുഷ്യ സമൂഹം അപ്രകാരം കാണിക്കുന്നില്ല എന്ന് ചിന്തിച്ചാൽ അതിനുത്തരമായി ഒരുപക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചിലപ്പോഴെങ്കിലും ചില വൈദികരുടെ ജീവിതത്തിലെങ്കിലും എതിർസാക്ഷ്യത്തിൻ്റെ അടയാളങ്ങൾ സമൂഹം കാണുന്നത് കൊണ്ടാണ്. ഇപ്രകാരം ഇന്ന് പുരോഹിതന്മാരായി മാറുവാൻ പോകുന്ന സഹോദരന്മാരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ലേ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന യേശുവിനെ, സർവസംഘ പരിത്യാഗിയായ യേശുവിനെ, സുവിശേഷത്തിലെ യേശുവിനെ ഇവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ തക്ക വിധത്തിലുള്ള സാക്ഷി ജീവിതം മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനുള്ള വരമാണ് ദൈവത്തിൽ നിന്ന് ഇന്ന് നാം നമ്മുടെ പ്രാർത്ഥന വഴി ഇവർക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കേണ്ടത്. ദൈവമെന്നും നിങ്ങളോടൊപ്പം സഞ്ചരിക്കട്ടെ, നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മോസസിന് വലിയ ഉത്തരവാദിത്വ ദൗത്യം നൽകിയ ദൈവം എൻ്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് അടിമകളായി കഴിയുന്ന എൻ്റെ ജനത്തിൻ്റെ രോദനം ഞാൻ ശ്രമിച്ചിരിക്കുന്നു. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് ഞാൻ തന്നെ ഏൽപ്പിക്കുന്നത്. ബലഹീനനായ ആ മനുഷ്യൻ മോസസ് പറഞ്ഞു, എനിക്ക് യാതൊന്നും കഴിവില്ലാത്ത വ്യക്തിയാണ്. സംസാരിക്കുവാൻ പോലും ശരിയായി സംസാരിക്കുവാൻ കഴിവില്ലാത്ത മനുഷ്യനെ അങ്ങ് ഈ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ അയച്ചാൽ എങ്ങനെയാണ് എനിക്കത് നിർവഹിക്കുവാൻ സാധിക്കുക? കർത്താവായ ദൈവം, യഹോവയായ ദൈവം അവനോട് പറഞ്ഞു, നീ എന്തിനു ഭയപ്പെടുന്നു? നിന്നെ വിളിച്ചതാൽ ഞാനാണ്, നിന്നോടുകൂടി ഞാനായിരിക്കുന്നായിരിക്കുക. ആ ചിന്തയും ആ പ്രത്യാശയും ഇതെല്ലാം അവനൊരു ശക്തിയായി മാറിയപ്പോൾ ദൈവം ഏൽപ്പിച്ച ദൗത്യം ഉത്തരവാദിത്വം വിശ്വസതാപൂർവ്വം നിർവഹിക്കുവാൻ മോസസിന് കഴിഞ്ഞുവെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കണം പുരോഹിതന്മാരായി ലോകത്തിലേക്ക് പുറപ്പെടുന്ന സമൂഹത്തിൽ ലോകത്തിൻ്റെതായി മാറാൻ, ലോകത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തികളെന്ന നിലയിൽ ദൈവം ആണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവമാണ് എന്നെ ലോകത്തിനായി ഉയർത്തിയിരിക്കുന്നത്. ദൈവം എന്നും എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങളെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ സ്വന്തം ജീവിത സാക്ഷികൾ നിർവഹിക്കുവാൻ സാധിക്കുമെന്ന് തീർത്ത് പറയുവാൻ സാധിക്കും. പരിശുദ്ധ കുർബാനയാണ് ലോകത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഘടകം. അതാണ് ദൈവകൃപയുടെ ഉറവിടം. ആ കൃപ എന്നും ജീവിതത്തിലേക്ക് ഏറ്റുവാൻ ഓരോ ദിവസവും പരിശുദ്ധമാക്കി അർപ്പിക്കുമ്പോൾ ആളുടെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ജീവിക്കുന്ന ദൈവത്തെ ഞാൻ കാണുന്നു.
എമ്മാവൂസിലൂടെ നടന്നുപോയ കർത്താവിൻ്റെ ശിഷ്യന്മാർ അപ്പം മുറിക്കപ്പെട്ട ആ നിമിഷത്തിൽ യേശുവിൻ്റെ മുഖം തിരിച്ചറിഞ്ഞതുപോലെ പരിശുദ്ധ കുർബാന ഓരോ ദിവസവും ഭക്തിയോടെ തീക്ഷ്ണതയോടെ അർപ്പിക്കുന്ന വ്യക്തികളായി മാറുമ്പോൾ നമ്മെ വിളിച്ച കർത്താവിൻ്റെ മുഖം ഗുരുവും നാഥനുമായ യേശുവിൻ്റെ മുഖം നമുക്ക് ദർശിക്കുവാൻ ആ ജീവിതം അനുസരിച്ച് സാക്ഷ്യപ്പെടുത്തുവാനും നിങ്ങൾക്ക് ഇടവരട്ടെ എന്നും ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർമ്മലീയ സഭ സ്ഥാപകരായ അഥവാ ഈ പ്രോവിൻസിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന നമ്മുടെ പൂർവിക വൈദികരെയൊക്കെ വളരെ അനുകരണീയമായ വ്യക്തികളുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അതുപോലെ തന്നെ ജീവിക്കുവാൻ പരിശ്രമിക്കുക. കർമ്മലീയ സഭയുടെ നവോത്ഥാനകനായി കടന്നു വന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, ആമിനായി അമ്മ ത്രേസ്യ, ഈ വലിയ വിശുദ്ധരുടെ ജീവിതമാണ് അവരുടെ ആത്മീയത, വിശ്വാസം, തീക്ഷ്ണത ഇതെല്ലാം സ്വന്തം ജീവിതത്തിലെ കർമ്മലീയ വൈദികരുടെ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ മനുഷ്യരുടെ മുന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവായി മാറുവാനും ഇടവരട്ടെ എന്ന് പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും നന്മകളും വിജയങ്ങളും നേടുകയും ചെയ്തുകൊണ്ട് എൻ്റെ വൈദികാർത്ഥികളുടെ പരിശോധന കർമ്മമാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. വൈദിക പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഈ സഹോദരന്മാർ അവർ ഏറ്റെടുക്കുവാൻ പോകുന്ന പൗരോഹിത്യ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയവും സന്നദ്ധതയും അഭിവന്യ പിതാവിൻ്റെയും ദൈവജനത്തിൻ്റെയും മുൻപിൽ പ്രഖ്യാപിക്കുന്ന കർമ്മമാണിത്. പ്രിയമക്കളെ, വൈദിക പട്ടം സ്വീകരിക്കുവാൻ മുന്നോട്ട് വരുന്നതിന് മുൻപ് അതോടുകൂടി നിങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്ന വൈദിക ചുമതലകൾ നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ജനസമക്ഷം പ്രഖ്യാപിക്കും. മെത്രാന്മാരുടെ വിശ്വസ്ത സഹപ്രവർത്തകർ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ക്രിസ്തുവിൻ്റെ അജഗണത്തിന് സേവനമനുഷ്ഠിച്ച് പുരോഹിത കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾ സന്നദ്ധരാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനും വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി തിരുസഭയുടെ പാരമ്പര്യത്തിനനുസൃതമായി ക്രിസ്തുവിൻ്റെ ദിവരഹസ്യങ്ങൾ ഭക്തിയോടും വിശ്വസ്തയോടും കൂടെ അനുഷ്ഠിക്കുവാൻ സന്നദ്ധരാണ്. സുവിശേഷം പ്രസംഗിച്ചു, സഭയുടെ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിച്ചു, ദൈവവചന പ്രഘോഷണ കർമ്മം യഥായോഗ്യം നിറവേറ്റുവാൻ സന്നദ്ധരാണ്. സ്വർഗസ്ഥനായ പിതാവിന് തന്നെ തന്നെ ബലിയർപ്പിച്ച മഹാപുരോഹിതനായ ക്രിസ്തുനാഥനോട് അനുദിനം അവഗാഢം യോജിച്ച് പുണ്യത്തിൽ അഭ്യർത്ഥിപ്പെടുകയും ജനങ്ങളുടെ നിത്യരക്ഷയ്ക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുവാൻ സന്നദ്ധരാണ്. തങ്ങളുടെ സഭാധ്യക്ഷനോടുള്ള അനുസരണയും ബഹുമാനവും ഇപ്പോൾ ദൈവജന സമക്ഷം വാഗ്ദാനം ചെയ്യുന്നു. മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പ്രിയമകനെ, നിന്റെ സഭാധ്യക്ഷനോട് നീ ആദരവും അനുസരണശീലമുള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നവർ മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാകുമാറാണ്. പ്രിയമകനെ, നിന്റെ സഭാധ്യക്ഷനോട് നീ ആദരവും അനുസരണശീലമുള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നവർ അങ്ങനെ ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാകുമാറാണ്. പ്രിയമകനെ, നിന്റെ സഭാധ്യക്ഷനോട്
നീ ആദരവും അനുസരണശീലവുമുള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുവാൻ പറ്റി. പ്രിയമകനെ, നിന്റെ സഭാധ്യക്ഷനും നീ ആദരവും അനുസരണശീലവുമുള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുവാനാണ്. പ്രിയമകനെ, നിന്റെ സഭാധ്യക്ഷനും നീ ആദരവും അനുസരണശീലവുമുള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുവാനാണ്. പ്രിയമകനെ, നിന്റെ സഭാധ്യക്ഷനും നീ ആദരവും അനുസരണശീലവുമുള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുവാനാണ്. പ്രിയമകനെ, നിന്റെ സഭാധ്യക്ഷനും നീ ആദരവും അനുസരണശീലവുമുള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുവാനാണ്. സകല വിശുദ്ധരോടുമുള്ള പ്രാർത്ഥനയാണ് ഇനി നടക്കുന്നത്. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.
Amen.
ദൈവം